ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി വിഷു സ്പെഷ്യൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പാണ് ഞാൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചു. അപ്പോൾ ഇപ്പോഴൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഒക്കെ നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉരുക്കി കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയെല്ലാം ഞാൻ സ്റ്റെയിനറിൽ വെച്ച് ഊറ്റിയെടുത്തു. വെള്ളമൊക്കെ നന്നാക്കി ചോർന്നു. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അങ്ങനെ അരിയെല്ലാം അടിച്ചെടുത്തിട്ട് പുട്ടിന് എങ്ങനെയാണ് അരി പൊടിച്ചെടുക്കുന്നത് അതേ തരിതരിപ്പോട് കൂടിയാണ് ഇതിലേക്ക് അരി പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് മൊത്തത്തിൽ ഞാൻ പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ അരിയെല്ലാം പൊടിച്ചെടുത്തു. ഞാനത് തരിച്ചിട്ട് ഏകദേശം ഒരു പാത്രം നിറച്ചു അരി പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ശർക്കര എല്ലാം ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ കുറവുണ്ട്. നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് പൊടികളെല്ലാം ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ഏലക്കായും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാര ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ മാവിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കരിഞ്ജീരകം ഇട്ടിട്ട് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡാണ്, മീൻസ് അപ്പക്കാരം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനത് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചീഞ്ചിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു സ്പൂണ് നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ നെയ്യോട് കൂടി തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കി. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇനിയിപ്പോൾ ഈ സമയത്ത് തിക്നെസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പാനി കൂടെ ആഡ് ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യപ്പം ചൂടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഓയിൽ നന്നാക്കി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിക്കുക. എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് മീഡിയത്തിനേക്കാളും ഓവറാക്കി വെക്കുക. നെയ്യപ്പം പൊങ്ങി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ബ്രൗൺ കളർ ആയതിന് ശേഷം. ഇനി കുറച്ച് എണ്ണക്ക മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളൊക്കെ ജസ്റ്റ് പെട്ടെന്നൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ നെയ്യപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് വെന്തണമൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ്സാണ്. ഉള്ളൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.